ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല മണവും ടേസ്റ്റിയൊക്കെ ഉള്ളൊരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 നാരങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതാണ്, ഒരെണ്ണം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇതിനി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് മാറ്റിയെടുക്കാം. അരിയും കുരുവൊന്നും നമുക്കിതിൽ പെടരുത്. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ടാണ് ഇവിടെ പിഴിഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ ഒരു നാരങ്ങ പിഴിയുമ്പോൾ ഒരുപാടിട്ട് ഞവടി പിഴിഞ്ഞെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ കയ്പ്പ് രസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കയ്പ്പ് രസത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 നാരങ്ങയും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതായത് 4 മുറി നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പിൽ കുറച്ച് ജ്യൂസ് ഇരിപ്പുണ്ടാവും, അതൊന്ന് നമുക്ക് ശരിക്ക് കിട്ടാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ജ്യൂസും കൂടെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സഡ് ജാർ എടുക്കാം. അതിലേക്ക് ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ജ്യൂസിന് അത്യാവശ്യമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുള്ള മരത്തിൽ നിന്ന് പിച്ചി എടുത്തിട്ടുള്ള ആ ഒരു കറിവേപ്പിലയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു കറിവേപ്പിലയിൽ ചിലപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഉണ്ടാവും. ഒരു 3 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇളക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്ക് ഏലക്കയാണ്, നല്ലൊരു മണം കിട്ടാനാണ്. ഒരു 7-8 ഏലക്ക വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കൽക്കണ്ടാണ്. കൽക്കണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 1 കപ്പും പിന്നെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റണം. അങ്ങനെ ഞാനിവിടെ അരിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മധുരവും പുളിയൊക്കെ അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയായി കിട്ടി. കാണാൻ നല്ല ഭംഗിയും നല്ല മണവും നല്ല രുചിയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ വെറുതെ ഒന്ന് ചൂട് സമയത്തൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ഡ്രിങ്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.